ഉപാധികളോടെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ഇറാൻ പറയുമ്പോഴും ഇസ്രായേലിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ്റെ മിസൈൽ ആക്രമണം നടക്കുന്നു. ഇറാഖ് തുറമുഖത്ത് 2 എണ്ണക്കപ്പലുകൾ ഇറാൻ ആക്രമിച്ച് 10 പേർ മരിച്ചുവെന്നും വാർത്ത വരുന്നു. സൗദി അറേബ്യയിലും UAE-യിലും കുവൈറ്റിലും ഖത്തറിലും മിസൈലുകൾ തകർത്തുവെന്നും വാർത്ത വരുന്നു. മാത്രമല്ല ഇസ്രായേലിലെ കോളേജുകളും സ്കൂളുകളും ഒക്കെ തന്നെ അവധി പ്രഖ്യാപിച്ച അവസ്ഥയിലാണെന്ന് അൽ ജസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. PP ജെയിംസ് തത്സമയം ചേരുകയാണ്. PP ഗുഡ് മോർണിംഗ്. PP നല്ല പ്രഭാതമല്ല, പലതുകൊണ്ടും ഇപ്പം ഗ്യാസ് കാരണം അടുക്കളയിൽ പണി നടക്കുന്നില്ല, കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നു. ഇങ്ങനെ പലവിധമായ യുദ്ധത്തിൻ്റെ സാധ്യതകളും യുദ്ധത്തിൻ്റെ പരാക്രമങ്ങളും നമ്മുടെ കേരളീയരുടെ അടുക്കളകളിലേക്കും കയറി കഴിഞ്ഞു. തീർച്ചയായിട്ടും SKN, ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് അല്പം ആശ്വസിച്ചു. കാരണം ഉപാധികളോടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞു. പിന്നെ പെസസ്കിയാൻ പറയുമ്പോൾ എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹം മിതവാദിയാണ്. അദ്ദേഹം പറഞ്ഞു ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമിച്ചത് തെറ്റായിപ്പോയി, മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഇറാൻ ആക്രമണം നടത്തി. എന്നുവെച്ചാൽ അദ്ദേഹം മിതവാദിയും തീവ്ര നിലപാടുകാരുടെ കയ്യിലാണ് ഇപ്പോൾ ഇറാന്റെ നേതൃത്വം. പ്രത്യേകിച്ച് മൊയ്ത്തബ അൽ ഖമനീക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണാസക്തമാണ് ഇറാൻ. SKN, ഇറാൻ ഇപ്പോൾ സമാധാനത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർ പറയുന്നത്, ഞങ്ങളുടെ പരമാധികാരം നിങ്ങളെല്ലാം സമ്മതിച്ചു തരണം, ഞങ്ങളുടെ മേൽ നടത്തിയത് തെറ്റായിപ്പോയെന്ന് പറയണം, ഇതിന് നഷ്ടപരിഹാരം നൽകണം, മൊത്തമായി അവിടെ നിന്ന് പിൻവാങ്ങണം. ഈ നഷ്ടപരിഹാരം അടക്കം കൊടുത്ത് തെറ്റും മാപ്പും പറഞ്ഞ് പിൻവാങ്ങിയാൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇറാൻ്റെ പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ പ്രസിഡന്റേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് തീവ്ര നിലപാടുകാരനാണ്. കൗൺസിലിലെ പ്രധാനപ്പെട്ട ആൾക്കാരും പരമോന്നത നേതാവ് പരിക്ക് പറ്റിയെന്നല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. SKN, ജനവാസ മേഖലയിൽ ആക്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾക്കൊക്കെ ആശ്വാസം പകരുന്ന വാർത്തയാണ്. പക്ഷേ ആശ്വാസത്തിനിടയിലും ഈ രാജ്യങ്ങൾക്കിടയിലൊക്കെ ആക്രമണം നടക്കുന്നത് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. ഇറാഖിലേക്ക് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും 2 എണ്ണക്കപ്പലുകൾക്ക് വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, തകരാറ് സംഭവിച്ചിട്ടുണ്ട്. 3 മുതൽ 10 പേർ വരെ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ UAE-യിൽ, ബഹ്റിനിൽ, ഖത്തറിൽ, കുവൈറ്റിൽ, ഒമാനിൽ ഈ 5 പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് നേരെ അവരുടെ മിസൈൽ ആക്രമണം തകർത്തുവെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഒമാൻ പോർട്ടിൻ്റെ അടുത്ത് ഒരു ഓയിൽ ടാങ്കറിന്, ഒരു മറ്റേ ഇന്ധനം ഇത് ചെയ്യുന്ന സംഭരണ കേന്ദ്രത്തിന് തകർച്ച പറ്റിയതായിട്ട് റിപ്പോർട്ടുണ്ട്. നിരവധി മിസൈലുകളും ഡ്രോണുകളുമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വലിയ രീതിയിൽ അമേരിക്കയുടെ അവകാശവാദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിൽ പരസ്പരം മിസൈലുകളുടെ ആക്രമണം തന്നെയാണ് നടക്കുന്നത്. ഇറാനിലേക്ക് കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. നേരത്തെ തന്നെ 10,000-ലേറെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് അമേരിക്ക ഇസ്രായേലും അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോഴും അവിടുത്തെ ഇലക്ട്രിസിറ്റി കേന്ദ്രങ്ങൾക്കെതിരെ, വൈദ്യുത കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ തയ്യാറാവുമെന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇസ്രായേലിലെ ക്ലസ്റ്റർ ബോംബുകളും ഹൈപ്പർസോണിക് മിസൈലുകളും വേണ്ട പോലെ തടുക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. വല്ല നാശം സംഭവിച്ചിരിക്കുന്നു. ലെബനോനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നു. മരണസംഖ്യ ഏതാണ്ട് 600-നടുത്ത് എത്തിയിട്ടുണ്ട്. ഹെസ്ബുള്ളക്കെതിരെയാണ് ആക്രമണമെങ്കിൽ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. SKN, എന്തായാലും ഇത് ലോക തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.